നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലക്കാട് ഉപജില്ലാ കേരള സ്കൂൾ കായികോത്സവം നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. അന്തിക്കാട് അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പിൽ നിന്നുള്ള മാലിന്യങ്ങൾ തള്ളുന്നത് മൂലം പരിസരത്ത് മലിനീകരണം ഉണ്ടാകുന്നതായി പരാതി. അന്തിക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഓഡിറ്റോറിയം നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക കാഴ്ച ദിനത്തോടനുബന്ധിച്ച് ബെന്നി കണ്ടശങ്കടവിനെ സ്കൂളിന്റെ സ്നേഹാദരം. വാർത്തകൾ വിശദമായി. പാലക്കാട് ഉപജില്ലാ കേരള സ്കൂൾ കായികോത്സവം നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ഗ്രൗണ്ടിൽ പാലക്കാട് ഉപജില്ലാ കേരള സ്കൂൾ കായികോത്സവം നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ അമ്പിളി KV പതാക ഉയർത്തി. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ മുഖ്യാതിഥിയായിരുന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, PTA പ്രസിഡന്റ് UK ഗോപാൽ, വികസന സമിതി ഭാരവാഹികളായ ശ്രീജ മൗസമി, TV വിനോദ്, CK ബിജോയ്, AA ജാഫർ, MA സാദിഖ് എന്നിവർ പ്രസംഗിച്ചു. MLA ഫണ്ടിൽ നിന്നും 3 കോടി ചെലവിട്ട് ആധുനിക രീതിയിൽ പണിതീർത്ത സിന്തറ്റിക് ട്രാക്കിലാണ് കായികമേള നടക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഉപജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ മെച്ചപ്പെട്ട ആരോഗ്യപരമായ പല പ്രവർത്തനങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും വളരെ സന്തോഷകരമായ അനുഭവം ഉള്ളത് എന്ന് പറയാനുള്ള കാരണം ഇവിടെ കുട്ടികൾക്ക് മാത്രമല്ല കായികമായ പരിശീലനം നടത്തുന്നതിന് വേണ്ടിയുള്ള സർക്കാരിൻ്റെ പദ്ധതിക്ക് പാലക്കാട് ഈ സ്കൂളിൽ നമ്മുടെ ഫിഷറി സ്കൂളിൽ നമുക്ക് ഗവൺമെൻറ് പ്രവർത്തനം ആരംഭിച്ചു. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ പാലക്കാട് ഗ്രൗണ്ട് പ്രവർത്തനമായി ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അന്തിക്കാട് അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പിൽ നിന്നുള്ള മാലിന്യങ്ങൾ തള്ളുന്നത് മൂലം പരിസരത്ത് മലിനീകരണം ഉണ്ടാകുന്നതായി പരാതി. അന്തിക്കാട് KK മേനോൻ ഷെഡിന് സമീപം ചിറയത്ത് അത്താണിക്കൽ ഷാജുവിന്റെ ഉടമസ്ഥതയിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പിൽ നിന്നുള്ള മാലിന്യങ്ങൾ തള്ളുന്നത് മൂലം പരിസരത്ത് മലിനീകരണം ഉണ്ടാകുന്നതായി പരാതി. ഇത് സംബന്ധിച്ച് സമീപത്തെ യോഗ ക്ഷേമസഭ ബാങ്ക് പഞ്ചായത്തിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മലിനജലം യോഗ ക്ഷേമസഭയുടെ കോമ്പൗണ്ടിലേക്ക് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പിൽ നിന്നും വ്യാപകമായി ഒഴുകി വരുന്നതായി പരിശോധനയിൽ കണ്ടെത്തി. ശരിയായ രീതിയിൽ കുളിമുറി മാലിന്യവും സെപ്റ്റിക് ടാങ്ക് ഇല്ലാത്തതും പരിസരത്ത് ദുർഗന്ധവും ജീവനക്കാർക്ക് ജോലി ചെയ്യാനുള്ള അവസരവും നിഷേധിക്കുകയും ചെയ്യുമെന്ന് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആരോഗ്യ വിഭാഗം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ MB ബിനോയ്, VEO B സിമി, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ അശ്വതി സിദ്ധാർത്ഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർ നടപടിക്കായി അന്വേഷണ റിപ്പോർട്ട് പഞ്ചായത്തിലേക്ക് നൽകുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മുൻപ് പലതവണ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പ് സന്ദർശിക്കുകയും ക്യാമ്പ് നടത്തുന്ന ഷാജുവിന് നിരവധി തവണ നോട്ടീസ് നൽകുകയും ഫൈൻ ചുമത്തുകയും ചെയ്തിരുന്നു. മാലിന്യം ശരിയായ രീതിയിൽ സംസ്കരിക്കാതെ പരിസരവാസികളുടെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനപ്പെടുത്തുകയും അവരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തേക്ക് മതിൽ തുളച്ച് മലിനജലം ഒഴുകിവിടുകയും ഒപ്പം പരിസരം ദുർഗന്ധപൂർണമാക്കിയതിന് റിപ്പോർട്ട് പ്രകാരം മേൽ നടപടികൾ എടുക്കണമെന്ന് യോഗക്ഷേമസഭ മാനേജ്മെന്റ് പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടു. അപ്പുറത്തുനിന്നുള്ള ഇവര് ഈ ബംഗാളികൾ ഉപയോഗിക്കുന്ന വെള്ളം നമ്മളുടെ കിണറുമായിട്ട് വിട്ടിട്ട് നമ്മുടെ ഈ കിണർ കൊല്ലങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്ന കിണർ അത് ഉപയോഗിക്കാൻ പറ്റാണ്ടായി. വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വന്നതുകൊണ്ട് ഞങ്ങൾ ആ കിണർ ഇപ്പോൾ ഉപയോഗിക്കേണ്ടായിരിക്കുക. ഞങ്ങളിവിടെ ഒരു 10-80 സ്റ്റാഫ് വർക്ക് ചെയ്യണ സ്ഥലമാണ്. ഇവരുടെ ഈ വൃത്തികെട്ട സ്മെല്ല് വന്നിട്ട് നമുക്കിവിടെ വർക്ക് ചെയ്യാൻ പോലും പറ്റില്ല. എപ്പോഴും കൊട്ടിയടച്ചിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അത്രയ്ക്കും രൂക്ഷഗന്ധമാണ് നമുക്ക് വരുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം പല പ്രാവശ്യം നേരിട്ട് ഇതിൻ്റെ ഓണർ ഷാജുവിനോട് പറഞ്ഞിട്ടും ഷാജു അതിനൊരു ആക്ഷൻ കണ്ടില്ല.
അന്തിക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഓഡിറ്റോറിയം നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും മുൻ മന്ത്രിയുമായ KP രാജേന്ദ്രന്റെ അടിയന്തര ഇടപെടലിൽ രാജ്യസഭാംഗമായിരുന്ന ബിനോ വിശ്വത്തിന്റെ MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച 75 ലക്ഷം രൂപ ഉപയോഗിച്ച് 2400 സ്ക്വയർ ഫീറ്റിൽ പുതിയ ഓഡിറ്റോറിയം നിർമ്മിച്ചത്. ചടങ്ങിൽ അന്തിക്കാട് പ്രസ് ക്ലബ്ബിലെ റിപ്പോർട്ടർമാരെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS സുജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK കൃഷ്ണകുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരണ്യ രാജേഷ്, പ്രധാനാധ്യാപിക CV സീന, PTA പ്രസിഡന്റ് രാജീവ് സുകുമാരൻ, PTA വൈസ് പ്രസിഡന്റ് MB ബാബു, MPTA പ്രസിഡന്റ് ജൂലി ജോസഫ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് KV രാജേഷ്, സ്കൂൾ വികസന സമിതി കൺവീനർ AV ശ്രീവത്സൻ, വികസന സമിതി അംഗം MK സതീശൻ, രാംകുമാർ കാട്ടാനി, രാഹുൽ അന്തിക്കാട് എന്നിവർ പ്രസംഗിച്ചു. കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക കാഴ്ച ദിനത്തോടനുബന്ധിച്ച് ബെന്നി കണ്ടശങ്കടവിനെ സ്കൂളിന്റെ സ്നേഹാദരം. സ്കൂൾ മാനേജർ CS പ്രദീപ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജോഷി PB അധ്യക്ഷത വഹിച്ചു. കുട്ടികളെ നിങ്ങളുടെ കണ്ണുകളെ സ്നേഹിക്കുക എന്ന ആശയത്തോടു കൂടിയാണ് 2025 വർഷത്തെ ഒക്ടോബർ മാസത്തിലെ 2ാം വ്യാഴാഴ്ചയായ 9ാം തീയതി ലോക കാഴ്ച ദിനമായി ആചരിക്കുന്നത്. നേത്രദാനത്തിന്റെ മഹത്തായ 27 സംവത്സരങ്ങൾ പൂർത്തീകരിച്ച് 326-ൽ അധികം നേത്രദാനത്തിന് നേതൃത്വം നൽകിയ ബെന്നി കണ്ടശങ്കടവിനെ പൊന്നാടി അണിയിച്ചും ഉപഹാരങ്ങൾ നൽകിയും സ്കൂൾ മാനേജർ CS പ്രദീപ് മാസ്റ്റർ ആദരിച്ചു. നേത്രദാനത്തിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് പരിപാടിയിൽ പങ്കെടുത്ത സ്കൂൾ മാനേജർ പ്രദീപ് മാസ്റ്റർ, PTA പ്രസിഡന്റ് ജോഷി PBM, PTA പ്രസിഡന്റ് ഷാരി ജുബിൻ, സ്കൂൾ പ്രധാന അധ്യാപിക ജയന്തി ടീച്ചർ, സീറ്റ് കൺവീനറായ EV ദിനേശ് മാസ്റ്റർ, അശ്വത് മാസ്റ്റർ, ബീത ടീച്ചർ, മാധ്യമപ്രവർത്തകനായ ഷാച്ചു, സ്കൂൾ സെക്യൂരിറ്റി KR കനകരാജ് എന്നിവർ കുട്ടികൾക്ക് പ്രചോദനം നൽകിക്കൊണ്ട് നേത്രദാനത്തിന് തയ്യാറായി. സ്കൂൾ പ്രധാന അധ്യാപിക ജയന്തി N മേനോൻ, MPTA പ്രസിഡന്റ് ഷാരി ജുബിൻ, സീറ്റ് കൺവീനർ EV ദിനേശ് മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. വലപ്പാട് ഉപജില്ലാ കായിക മേളയിൽ കായിക അധ്യാപകരുടെ പ്രതിഷേധം. മുഴുവൻ വിദ്യാലയങ്ങളിലും കായിക അധ്യാപകരെ നിയമിക്കുക, LP UP HS HSS വിദ്യാലയങ്ങളിൽ തസ്തിക നിർണയ മാനദണ്ഡങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉപജില്ലയിലെ കായിക അധ്യാപകർ പ്രതിഷേധിച്ചു. MLA CC മുകുന്ദന് നിവേദനം നൽകുകയും ചെയ്തു. പ്രതിഷേധ പോസ്റ്ററുകൾ പ്രദർശിപ്പിക്കുകയും ഉണ്ടായിരുന്നു. പ്രതിഷേധത്തിൽ വലപ്പാട് ഉപജില്ലയിലെ കായിക അധ്യാപകരായ ബിജു പ്രശാന്ത്, ബിന്ദു, സിജിൽ, സുജ, മെറിൻ, ബബിൽനാഥ്, സുഹൈൽ, ധീരജ്, അലിൻ, അജിത്, ഹനീഫ എന്നിവർ പങ്കെടുത്തു. വലപ്പാട് ഉപജില്ലയിൽ 115 വിദ്യാലയങ്ങൾ ഉള്ളതിൽ കേവലം 13 കായിക അധ്യാപകർ മാത്രമാണുള്ളത്. മറ്റ് ഉപജില്ലാ മേളകൾക്കുള്ളതുപോലെ കുട്ടികൾക്ക് ഭക്ഷണമോ അടിസ്ഥാന സൗകര്യമോ നൽകാൻ സംഘാടകർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ കലോത്സവത്തിൻ്റെ കാലഘട്ടം. ഏത് നേരമാണെങ്കിലും അവർക്ക് നല്ല ഫുഡും നല്ല ബിരിയാണിയും നല്ല വെള്ളമൊക്കെ ഇല്ല. പക്ഷേ കായിക മേളത്തിൽ വരുമ്പോൾ മാത്രം ഒരു വെള്ളം പോലും ഇല്ല. അത് എന്ത് വേർതിരിവാണ് ഇവർ കാണിക്കുന്നതെന്ന് മനസ്സിലാവില്ല. അടുത്ത കായിക മേളത്തിലെങ്കിലും നല്ലൊരു വെള്ളമോ ഭക്ഷണമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഭ്യർത്ഥിക്കുന്നു. വലപ്പാട് ഉപജില്ലാ കായികമേളയിൽ ഗ്രൗണ്ടിൽ ഒഫീഷ്യലായി നിൽക്കുന്നതും ഫിനിഷിംഗ് പോയിന്റ് നോക്കുന്നതും നാട്ടിക അക്കാദമിയിലുള്ള സ്റ്റുഡൻസ് ആണ്. യോഗ്യതയുള്ള ഒഫീഷ്യൽസ് അല്ലാത്തതിനാൽ തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഈ മേളയിൽ ഉടനീളം കാണാൻ സാധിക്കും. കൂടാതെ മത്സരാർത്ഥികളുടെ കോച്ചും സഹതാരങ്ങളും നിയന്ത്രിക്കുന്ന മത്സരരീതി അശാസ്ത്രീയമാണെന്നാണ് രക്ഷിതാക്കളും മറ്റ് അധ്യാപകരും മത്സരാർത്ഥികളും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരം മത്സരങ്ങൾ വളർന്നു വരുന്ന കായിക താരങ്ങളെ നിരുത്സാഹപ്പെടുന്ന രീതിയാണ് വലപ്പാട് ഉപജില്ല സ്പോർട്സ് മത്സരങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾക്കറിയാം, നിലവിൽ വലപ്പാട് ഉപജില്ലയിലെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 115ഓളം സ്കൂളുകളുണ്ട്. അതിലാകെ 13 കായിക അധ്യാപകർ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ LP, UP, ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിൽ ഒറ്റ കായിക അധ്യാപകർ പോലുമില്ല. എങ്കിലും ഞങ്ങൾ ഈ നിസ്സഹകരണം തുടരുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ എല്ലാ വിദ്യാലയങ്ങളിലും ഒരു കായിക അധ്യാപകൻ, അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലെ ജോലി നഷ്ടപ്പെട്ട കായിക അധ്യാപകരുണ്ട്, അവരെ സംരക്ഷിക്കണം. ഇത്തരത്തിലുള്ള കുറച്ച് 4 നിർദ്ദേശങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. എങ്കിൽ തന്നെ ഞങ്ങളുടെ കർമ്മങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നില്ല. ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ വിദ്യാർത്ഥികളെ മത്സരത്തിനായി എത്തിക്കുന്നുണ്ട് ആസ് എ എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ്. അതുപോലെ തന്നെ മത്സരങ്ങൾക്ക് തന്നെ യാതൊരുവിധ തടസ്സങ്ങളും ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഞങ്ങളുടെ നിസ്സഹകരണം തുടരുക തന്നെ ചെയ്യും. എല്ലാ കുട്ടികൾക്കും കായിക വിദ്യാഭ്യാസം എത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു കുറച്ചുകൂട്ടം കായിക അധ്യാപകർ. വ്യത്യസ്ത വിവാഹ ക്ഷണക്കത്തുമായി വാർഡ് മെമ്പർ ആൻഡ്രോ തൊറയർ. ലോക തപാൽ ദിനത്തോടനുബന്ധിച്ച് ആദ്യകാല കത്തിടപാടുകൾ കുറഞ്ഞുവരുന്ന ഈ കാലഘട്ടത്തിൽ മൊബൈൽ അതിപ്രസരത്തിലും സ്വന്തം വിവാഹ ക്ഷണപത്രിക
ഇൻലൻഡിലും പോസ്റ്റ് കാർഡിലും എഴുതി തയ്യാറാക്കി വ്യത്യസ്തത പുലർത്തുകയാണ് താന്യം ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ ആന്റോ തുറയൻ. നവംബർ 9-നാണ് വിവാഹം. വധു നീത കോടാലി സ്വദേശിയാണ്. സമീപ പോസ്റ്റ് ഓഫീസുകളിലൊന്നും ഇൻലൻഡ് കിട്ടാത്ത സാഹചര്യമാണ് നിലവിൽ. തൃശൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നുമാണ് ഇൻലൻഡ് ലഭ്യമായത്. പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സഹോദരി പുത്രി അന്ന റോസും ക്ഷണപത്രിക തയ്യാറാക്കാൻ സന്നിധയായി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പാർലമെന്റ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി MP, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, KC വേണുഗോപാൽ MP, രമേശ് ചെന്നിത്തല MLA തുടങ്ങി രാഷ്ട്രീയ മേഖലയിലും സാഹിത്യ മേഖലയിലും ഉള്ളവർക്കും ക്ഷണപത്രിക അയച്ചു തുടക്കം കുറിച്ചു. നമുക്കറിയാം, എൻ്റെ വിവാഹമാണ് നവംബർ 9-ാം തീയതി. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്കറിയാം, ഈ മാസം ഇന്ന് ലോക തപാൽ ദിനവും ഒക്ടോബർ 10-ാം തീയതിയായി നാളെ ദേശീയ തപാൽ ദിനവുമാണ്. നമുക്കറിയാം, ഈ തപാൽ ദിനത്തിൽ പണ്ട് നമ്മൾ നടത്തിയിരുന്ന കത്തിടപാടുകളൊക്കെ തന്നെ ഇൻലൻഡിലും അതുപോലെ തന്നെ പോസ്റ്റ് കാർഡിലുമായിരുന്നു. ആ ഓർമ്മകളെ ഉണർത്തുന്ന രീതിയിൽ എൻ്റെ വിവാഹത്തിൻ്റെ ക്ഷണപത്രിക നമ്മൾ ഈ ഇൻലൻഡിലൂടെയും ഈ പോസ്റ്റ് കാർഡിലൂടെയാണ് ജനപ്രതിനിധികൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, മൊബൈലിൻ്റെ ഒരു അധിനിവേശത്താൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുതുതലമുറ മറന്നിരിക്കുകയാണ്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ MDMA വേട്ട. 70 ഗ്രാം MDMAയുമായി +2 അധ്യാപകൻ പിടിയിലായി. കണ്ണൂർ സ്വദേശി കോളോത്ത് വീട്ടിൽ രാഗിൽ രവീന്ദ്രനെയാണ് തൃശൂർ സിറ്റി കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. ബാംഗ്ലൂരിൽ നിന്നും മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി തൃശൂരിൽ കൊണ്ടുവന്നപ്പോഴാണ് പിടികൂടിയത്. ജില്ലയിൽ 2 കുപ്രസിദ്ധ ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തി. ബേജാർ നബീൽ എന്ന നബീലിനെ കാപ്പ ഉത്തരവ് ലംഘിച്ചതിന് ജയിലിലാക്കി. ആനസജി എന്ന സജിയെ കാപ്പ ചുമത്തി നാടുകടത്തി. ഈ വർഷം ഇതുവരെ തൃശൂർ റൂറൽ ജില്ലയിൽ 61 പേരെ കാപ്പ പ്രകാരം ജയിലിലടച്ചു. 130 പേർക്കെതിരെ കാപ്പ പ്രകാരം നാടുകടത്തിയും മറ്റുള്ള നടപടികൾ സ്വീകരിച്ചുവെന്നും റൂറൽ പോലീസ് അറിയിച്ചു. ദേശീയപാതയിൽ മുരിങ്ങൂർ അടിപ്പാതയ്ക്ക് സമീപം കാർ സ്കൂട്ടറിലിടിച്ച് വീട്ടമ്മ മരിച്ചു. കൊരട്ടി തിരുവിണിക്കുന്ന് സാമ്പരിക്കൽ തെക്കിനയത്ത് ഫ്രാൻസിസിന്റെ ഭാര്യ 53 വയസ്സുള്ള ഷൈനിയാണ് മരിച്ചത്. ചാലക്കുടിയിലെ ആശുപത്രിയിൽ ഡോക്ടറെ കണ്ട ശേഷം ഇളയ മകൻ ജിബിനോടൊപ്പം തിരിച്ചു പോകുമ്പോഴായിരുന്നു അപകടം. അങ്കമാലി ഭാഗത്തേക്ക് പോയിരുന്ന കാർ പിന്നിൽ നിന്ന് പാഞ്ഞെത്തി ഇവരെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. അടിയിൽ കുടുങ്ങിയ സ്കൂട്ടറുമായി കാർ കുറച്ചു ദൂരം മുന്നോട്ടു പോയി. ഓടിക്കൂടിയ നാട്ടുകാർ വീട്ടമ്മയെ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാടാനപ്പള്ളിയിൽ നടുറോഡിൽ വാളുമായി യുവാവിനെ ആക്രമിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കുപ്രസിദ്ധ ഗുണ്ട ഹരീഷിനെയും കൂട്ടാളി ജിത്തുവിനെയും സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അഞ്ചങ്ങാടി സ്വദേശി രായമ്മനക്കാർ വീട്ടിൽ സജീറിനെ ആക്രമിച്ച കേസിലാണ് നടപടി. പ്രതിയായ ഹരീഷ് 46 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ജിത്തുവിനെതിരെ 7 ക്രിമിനൽ കേസുകൾ നിലവിലുണ്ടെന്നും പോലീസ് അറിയിച്ചു. സാമൂഹ്യ വിരുദ്ധരുടെ ക്രൂരതയ്ക്കിരയായ പ്രാണനു വേണ്ടി പിടഞ്ഞ തെരുവു നായിയെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കരകയറ്റി സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ മാതൃകയായി. ആഴ്ചകളായി അരയിൽ മുറുകിയ വാഹനത്തിന്റെ കേബിൾ അടിഭാഗത്തു മാത്രമാണ് കാണാനുണ്ടായത്. ബാക്കി ഭാഗങ്ങൾ മാംസം വന്ന് മൂടിയ നിലയിലായിരുന്നു. തുടർന്ന് പൂക്കോട് വെറ്റിനറി സർജൻ ഡോക്ടർ CR പ്രശാന്തിനെ വിവരമറിയിച്ചു. ഡോക്ടർ എത്തി അരമണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അടിഭാഗത്തെ കുരുക്കു വീണ കേബിൾ മുറിച്ചു മാറ്റി. ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാലാണ് ശരീരത്തിൽ നിന്നും കേബിൾ പൂർണ്ണമായും നീക്കം ചെയ്യാത്തതെന്ന് ഡോക്ടർ പറഞ്ഞു. കുരുക്കുമുറുകിയ സ്ഥലത്ത് പഴുപ്പ് കണ്ടതിനാൽ വേദന സംഹാരിയും ആന്റിബയോട്ടിക്കും നൽകി. വെള്ളവും ഭക്ഷണവും കഴിച്ചതോടെ നായ ഉഷാറായി ഓടിപ്പോയി. പഴുപ്പിന് ശമനമായില്ലെങ്കിൽ മേജർ ശസ്ത്രക്രിയ വേണ്ടിവരുമെന്ന് ഡോക്ടർ പറഞ്ഞു. ശസ്ത്രക്രിയ ആവശ്യമായി വരികയാണെങ്കിൽ അതിനും തയ്യാറെന്ന് പ്രബീഷ് അറിയിച്ചു. ആനന്ദപുരത്തെ 17-കാരനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വധശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ നെല്ലായി ആലത്തൂർ സ്വദേശി അഴകത്തുകൂടാരത്തു വീട്ടിൽ ഗോകുലാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 6-ന് രാത്രിയിലായിരുന്നു സംഭവം. ആനന്ദപുരം പള്ളിയിൽ മ്യൂസിക് ബാൻഡ് നടക്കുന്നതിനിടെ കുട്ടിയെ കഴുത്തിൽ പിടിച്ചുകൊണ്ടുപോയി സെമിത്തേരിയിൽ വെച്ച് മരവടി കൊണ്ട് മർദ്ദിക്കുകയായിരുന്നു. എടയാറ്റൂർ സ്വദേശിയായ കുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിലാണ് അറസ്റ്റ്. 2 ദിവസം മുമ്പ് പ്രതിയുടെ സുഹൃത്തുക്കളുമായുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. പുതുക്കാട് SHO ആബൻ ഖാൻ, SIമാരായ N പ്രദീപ്, AV ലാലു, ജയചന്ദ്രൻ, ASIമാരായ ജോബി, ഹരിലാൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൊരട്ടി അങ്ങാടിക്കു സമീപം ട്രെയിനിടിച്ച് തമിഴ്നാട് സ്വദേശിയായ യുവാവ് മരിച്ചു. കൊരട്ടി JTS ജംഗ്ഷനിലെ ഹോട്ടൽ ജീവനക്കാരനായ 28 വയസ്സുള്ള ശരത്താണ് മരിച്ചത്. 6 മാസമായി കൊരട്ടിയിലെ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന യുവാവ് നാട്ടിലേക്കാണെന്ന് പറഞ്ഞ് ചൊവ്വാഴ്ചയാണ് പോയത്. കൊരട്ടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു.
ഗുരുവായൂർ പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിൽ തീപിടുത്തം. കിഴക്കേ നടയിൽ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. നവീകരണത്തിന്റെ ഭാഗമായി കൂട്ടിയിട്ട മാലിന്യത്തിലാണ് തീപിടുത്തമുണ്ടായത്. ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തർ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ 150 മീറ്റർ അകലെയാണ് പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. നവീകരണം നടക്കുന്നതിനാൽ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത് പഴയ BSNL ഓഫീസിലാണ്. കെട്ടിടത്തിലെ മോട്ടോർ പമ്പ് സെറ്റിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്ന് ഫയർഫോഴ്സ് അറിയിച്ചു. കൊടുങ്ങല്ലൂരിൽ വീടിന്റെ അടുക്കളവാതിൽ കുത്തി തുറന്ന് സ്വർണം കവർന്നു. TKS പുരം തിരുമറ്റത്ത് റോഡിൽ KSEB എഞ്ചിനീയർ ആലിങ്ങപ്പൊക്കം ആനന്ദന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 3 പവന്റെ സ്വർണം നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പറഞ്ഞു. സംഭവ സമയത്ത് ആനന്ദന്റെ അമ്മ അംബുജാക്ഷിയും ഭാര്യ സ്മിതയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിലെ ക്യാന്റീനിൽ മോഷണം. ക്യാന്റീനിലെ മേശയിൽ സൂക്ഷിച്ചിരുന്ന 5700 രൂപ നഷ്ടപ്പെട്ടു. ഓഫീസിലെ അലമാരകൾ തുറന്നു പരിശോധിച്ചിട്ടുണ്ട്. പ്രധാന ഓഫീസിന്റെ വാതിലിന്റെ താഴ്പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് മറ്റു മുറികളിലെ താക്കോൽ കൈക്കലാക്കി. തുടർന്ന് പല ഓഫീസുകളും താക്കോൽ ഉപയോഗിച്ചാണ് തുറന്നത്. പ്രസിഡന്റിന്റെ മുറി തുറന്ന ശേഷം CCTV ക്യാമറകൾ വിച്ഛേദിക്കുകയും ചെയ്തു. തുറന്ന മുറികളും അലമാരകളും പൂട്ടിയ ശേഷമാണ് മോഷ്ടാവ് സ്ഥലം വിട്ടത്. ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ SC വിഭാഗം കുടുംബാംഗങ്ങൾക്ക് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി 6,78,000 രൂപ വകയിരുത്തി 212 കുടുംബങ്ങൾക്കാണ് ടാങ്ക് അനുവദിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ 60 കുടുംബങ്ങൾക്കാണ് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തത്. പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സായിദ മുത്തുക്കോയ തങ്ങൾ, ER ഷീല, ഹേമലത രാജ്കൂട്ടൻ, പഞ്ചായത്ത് അംഗങ്ങളായ RR രാധാകൃഷ്ണൻ, സുജ ശിവരാമൻ, സുജിത സലീഷ്, സെൽവ പ്രകാശ്, സന്ധ്യ സുനിൽ, സ്നേഹദത്ത്, ജയന്തി മനോജ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മിനി, SC പ്രൊമോട്ടർ ദിൽഷ തുടങ്ങിയവർ പങ്കെടുത്തു. 12 വാട്ടർ ടാങ്കാണ് നമ്മൾ പദ്ധതിക്ക് ഫണ്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ 60 പേർക്കാണ് ഇന്നിവിടെ കൊടുക്കുന്നത്. നമുക്കറിയാം ഒരേ ലോഡ് വരുന്നത് 60 ടാങ്കായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വെക്കാനുള്ള സ്ഥല സൗകര്യ കുറവുള്ളത് കൊണ്ട് തന്നെ ആദ്യം വരുന്നത് ആദ്യം പൈസ അടിച്ചവർക്ക് കൊടുക്കാമെന്നുള്ള തീരുമാനത്തിലാണ്. എന്തായാലും നമുക്കറിയാം ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളിലും ആസൂത്രണ സമിതി യോഗങ്ങളിലൊക്കെ നമ്മളുടെ വർക്കിംഗ് ഗ്രൂപ്പിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വാട്ടർ ടാങ്ക് കൊടുക്കാമെന്നുള്ള തീരുമാനം നമ്മൾ എടുത്തത്. നമുക്കറിയാം മത്സ്യത്തൊഴിലാളി മേഖലയെ സംബന്ധിച്ച് നമ്മൾ ഈ വർഷം കൂടി ടാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെരിഞ്ഞനം പഞ്ചായത്തിലെ എല്ലാ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തേക്കും വാട്ടർ ടാങ്ക് കിട്ടി എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെക്കുറിച്ച് ഏറ്റവും ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം. അതേപോലെ തന്നെ ഇപ്പോൾ SC അംഗങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ടായി. ഇതിൻ്റെ ഒരു 2-3 വർഷം മുന്നാണ് കഴിഞ്ഞ ഭരണസമിതി ലാസ്റ്റ് സമയത്താണ് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തത്. പിന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം നമ്മൾ വെച്ചത്. കാരണം നമുക്കറിയാം ഒരുവിധം വീടുകളിലൊക്കെ വാട്ടർ ടാങ്ക് ഉള്ള ഇതുകൊണ്ട് പിന്നെ അങ്ങനെ നിർദ്ദേശങ്ങൾ വരാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വെച്ചില്ല. പിന്നെ അതേപോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ 6,70,000 രൂപയാണ് നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ കയ്പമംഗലം മേഖല വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും നടത്തി. മൂന്നുപിടിയ ഗ്ലോറി പാലസിൽ നടന്ന പൊതുസമ്മേളനം അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ജോഷി ഇമ്മട്ടി ഉദ്ഘാടനം ചെയ്തു. ഷാജു PC JM അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി TR സുബിൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് PC ഹൈദ്രോസ്, ജില്ലാ ട്രഷറർ സാജ് സുരേഷ്, സംസ്ഥാന കൗൺസിൽ അംഗം ആഷിഖ് കുന്നംകുളം, സംസ്ഥാന കമ്മിറ്റി അംഗം സാബു തൃപ്പയാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ OK സജ്ജയൻ, VCJ ചന്ദ്രൻ, മുൻ സംസ്ഥാന സെക്രട്ടറി KT ചന്ദ്രൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം തോമസുന്ദരൻ, മേഖലാ സെക്രട്ടറി സിദ്ധി തൗബ എന്നിവർ സംസാരിച്ചു. നെജു പെർഫെക്റ്റ് പഠന ക്ലാസ് നയിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഗാനമേളകളും ഉണ്ടായിരുന്നു. വർഗങ്ങളിലേക്ക് എത്തിക്കാനും നമുക്ക് ലഭിക്കേണ്ടതായ ന്യായമായിട്ടുള്ള അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ സംഗമിക്കണം. ആ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്താൻ വേണ്ടി 2010 ഒരു സംഘടന അന്ന് അവിടെ രൂപം കൊള്ളുകയാണ്. ആ സംഘടനയുടെ പേരാണ് LSWA. അപ്പം നമുക്ക് കിട്ടിയ വലിയൊരു സൗഭാഗ്യം എന്തെന്ന് വെച്ചാൽ ഈ ഒക്ടോബർ മാസത്തിലാണ് നമ്മുടെ സംഘടനയുടെ സ്ഥാപക ദിനമായിട്ട് ആചരിക്കുന്നത്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ആ ഗേറ്റിൻ്റെ അവിടെയൊക്കെ നിൽക്കുന്ന ഒരുപാട് മെമ്പർമാരും കുടുംബാംഗങ്ങളും വേഗം ഒന്ന് കയറിയിരുന്നോ?
നമുക്കപ്പോൾ കുറച്ചുകൂടെ ചെയറുകളൂടെ ബാക്കിയുണ്ട്. ഒന്ന് കയറിയിരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഈ വേദിയൊക്കെ കാണാൻ, സദസ്സൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ആ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നവർ, ആ ലൈറ്റിൻ്റെ അവിടെ നിൽക്കുന്നവർ, ആ സൈഡിൽ വെറുതെ നിൽക്കുന്നവരൊക്കെ ദേ ഇവിടെ ഇഷ്ടം പോലെ ചെയർ ഇപ്പോൾ ബാക്കിയുണ്ട്. കുടിവെള്ള ക്ഷാമം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിൽ വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവിട്ട് ചന്ദ്രാപ്പിനി ഈസ്റ്റ് സൗഹൃദ റോഡ് പരിസരത്ത് മുറിത്തറ വീട്ടിൽ ഷംസുദ്ദീൻ വിട്ടു നൽകിയ സ്ഥലത്താണ് വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചിട്ടുള്ളത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ചന്ദ്രബാബു വാട്ടർ കിയോസ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, പഞ്ചായത്ത് അംഗങ്ങളായ പി.എ. ഷമീർ, പി.എച്ച്. ബാബു തുടങ്ങിയവർ സംസാരിച്ചു. 1-ാം വാർഡ് മുതൽ 7ഓളം വരുന്ന വാർഡുകൾ ഈ കനോലി കനാൽ പ്രദേശത്തായതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവിടെ ഉപ്പുവെള്ളവും അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് അവർക്ക് കുഴിച്ചെടുക്കുന്നതിന് അല്ലെങ്കിൽ ബോർവെല്ല ചെയ്ത് വെള്ളമെടുക്കുന്നതിനും കലങ്ങിയ വെള്ളമാണ് ലഭിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ശുദ്ധമായ ജലം ലഭ്യത വളരെ കുറവാണ്. അത് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മുടെ പഞ്ചായത്ത് 2 കുടിവെള്ള പദ്ധതി, തനത് കുടിവെള്ള പദ്ധതികൾ ആരംഭിച്ചു. 1 കടലായിക്കുളം കുടിവെള്ള പദ്ധതിയും 2 രാമംകുളം കുടിവെള്ള പദ്ധതി. ഈ രാമംകുളം കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏകദേശം 85 ലക്ഷം രൂപ MLA ലാസ്റ്റ് വികസന ഫണ്ടിൽ നിന്നും ഏർപ്പാടാക്കിക്കൊണ്ട് നമ്മൾ ഏകദേശം 2000 മീറ്റർ ദൂരം നമ്മൾ അതിൻ്റെ പൈപ്പ് ലൈൻ ഇട്ടുകൊണ്ട് ആദ്യത്തെ പദ്ധതി സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് നമ്മൾ ഒരു 500 മീറ്റർ പൈപ്പ് ലൈനും കൂടെ ദീർഘിപ്പിച്ച് ഏകദേശം ഒരു 4, 8, 12, 15 വരുന്ന ടാപ്പുകൾ, പൊതു ടാപ്പുകൾ വെച്ചുകൊണ്ട് 5-6 വാർഡ് പ്രദേശങ്ങളിലേക്ക് നമുക്ക് ശുദ്ധജലം എത്തിക്കാൻ കഴിഞ്ഞു. എന്നാൽ ആ ശുദ്ധജലം ആ പ്രദേശങ്ങളിലേക്ക് ലഭിക്കുമ്പോൾ തന്നെ അത് എത്താൻ കഴിയാത്ത പ്രദേശങ്ങളിലേക്ക്, ഇപ്പോൾ നമ്മൾ ആ വെള്ളം എത്തുന്നത് കോഴിത്തുമ്പിൻ്റെ മറ്റ് റൈറ്റ് സൈഡിലുള്ള ആ ഭാഗത്തേക്ക് നമ്മളിപ്പോൾ 500 മീറ്റർ പൈപ്പ് ലൈനിൽ 250 മീറ്റർ ഇവിടേക്കും 5-ാം വാർഡിലേക്ക് ഒരു 250 മീറ്ററും കൂടി എക്സ്റ്റൻഷൻ എടുത്തുകൊണ്ടാണ് അത് എത്തിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വലപ്പാട് ഉപജില്ലാ കേരള സ്കൂൾ കായികോത്സവം നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. അന്തിക്കാട് അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പിൽ നിന്നുള്ള മാലിന്യങ്ങൾ തള്ളുന്നത് മൂലം പരിസരത്ത് മലിനീകരണം ഉണ്ടാകുന്നതായി പരാതി. അന്തിക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഓഡിറ്റോറിയം നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക കാഴ്ച ദിനത്തോടനുബന്ധിച്ച് ബെന്നി കണ്ടശങ്കടവിനെ സ്കൂളിന്റെ സ്നേഹാദരം. വാർത്തകൾ വിശദമായി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.